ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുളിഞ്ചി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിക്കുക. കുറച്ചധികം എണ്ണ ആയിരിക്കട്ടെ. നമുക്ക് കടുകിടാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉലുവ കുറച്ച് പൊടിച്ചതിടാം. രണ്ടാമത് ഉലുവ ഇതൊന്ന് മൊരിഞ്ഞാൽ മതി. അടുത്തതിടാം. അടുത്തത് കറിവേപ്പില ഇടാം. അടുത്തത് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇടാം. ഇതെല്ലാം ഒന്ന് വതങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പിടാം. എന്നിട്ട് പിഴിഞ്ഞ് വെച്ച പുളി ഒഴിക്കുക. ഇത് നല്ല വറ്റി വരണം. അതിന് മുമ്പ് നമുക്ക് ഇത്തിരി ഇതിന് കുറച്ച് എരിവിന് വേണ്ട മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതിന് 1 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടാൽ. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ബെല്ലടാം. കറിവേപ്പില ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വറ്റാൻ ഒരിത്തിരി നേരം എടുക്കും. ഇത് വറ്റട്ടെ. ഇപ്പം ഇതിവിടെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ശർക്കര ഇട്ട്, എല്ലാണ്ട് ഉപ്പും മുളകൊക്കെ കറക്റ്റാണ്. ശർക്കര ഇട്ടിട്ട് ഒന്നും കൂടി വറ്റിക്കാം. ഇനി ഇതിൽ ഇടാത്തത് കായപ്പൊടി മാത്രമേ ഇടാത്തതുള്ളൂ. നമുക്ക് ലാസ്റ്റ് ഇത്തിരി താളിച്ചൊഴിക്കാം. ആദ്യം താളിച്ചത് തന്നെയാണ്, ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കായപ്പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ മണമൊക്കെ പോവും. ഇതിൻ്റെ ഉള്ളിലൊരു മണം ഉണ്ടാവില്ല. അത് കാരണം കായപ്പൊടി ആദ്യം ഇടാത്തത്. അവസാനം താളിച്ച നല്ല വാസന കിട്ടും. നല്ല രസമുണ്ട്. ഒന്നും കൂടി വറ്റട്ടെ. എന്നിട്ട് നമുക്ക് താളിച്ച് മൂടി വയ്ക്കാം. പിന്നെ ചട്ടിയിലിരുന്ന് നല്ല തിക്കാവും. ഇതിപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കത് ഇത്തിരി താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുളകും കറിവേപ്പില. കുറച്ച്
കായപ്പൊടി, ബാക്കി അല്ലാതെ അതിലിട്ടിട്ടുണ്ട്. കായപ്പൊടി മാത്രം ഇടാത്തുള്ളൂ. ആദ്യം ഇട്ടാലേ അതിൻ്റെ മണമൊക്കെ പുറത്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിലൊരു കായത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒഴിക്കാം. ഇത്രയുള്ള ഇഞ്ചാമ്പുളിയുടെ പണി. ഇനി ഇത് ഇപ്പോൾ പകുതി തിക്കായിട്ട് ഇനിയത് ചട്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇരുന്നിട്ട് അത് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല ലേഖ്യമാതിരി തിക്കാവും. ഇതെല്ലാവരും ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ഇഞ്ചാമ്പുളിയാണ്, പുളിഞ്ചി. ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ ഉണ്ടാക്കേണ്ട പറയല്ല. നല്ല ടേസ്റ്റാണ്. നല്ല എരിവും ഉപ്പും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു പുളിഞ്ചിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ എഴുതിക്കോളാം.